നമസ്കാരം. ഇന്ന് ജൂൺ 17 തിങ്കൾ മിഥുനം 3 സംസ്ഥാനത്ത് ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒമാനിലും ഇന്നാണ് ബലിപെരുന്നാൾ. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹഡ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോട് ഐക്യപ്പെടുന്നുവെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പെരുന്നാൾ സന്ദേശം. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 2 മലയാളികളുടെ സംസ്കാരം ഇന്ന്. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവർക്ക് വിട. രാവിലെ 8 മണി മുതൽ വസതിയിൽ പൊതുദർശനം. പാലക്കാട് തൃത്താലയിൽ ഗ്രേഡ് SIയെ കാറിടിപ്പിച്ച കേസിൽ മുഖ്യപ്രതി അലൻ അഭിലാഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിന്റെ അന്വേഷണ ചുമതല ചാലിശ്ശേരി CIക്ക്. ലോക്സഭാ സ്പീക്കർ പദവിക്ക് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കി TDP. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇന്ത്യ സഖ്യം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇനി ഒരാഴ്ച. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ മാഫിയയ്ക്ക് വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ നൽകിയതായി സൂചന. ബീഹാർ പോലീസിന്റെ പരിശോധനയിൽ 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തു. ബാങ്ക് അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഇന്ധനവില വർധനവിന് എതിരെ കർണാടകയിൽ ഇന്ന് BJPയുടെ പ്രതിഷേധം. ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് സംഘടിപ്പിക്കും. നികുതി വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്ന് BJP കർണാടക അധ്യക്ഷൻ BY വിജയേന്ദ്ര. ട്രയൽ റണ്ണിന് സജ്ജമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യഘട്ടത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായി. ട്രയൽ റൺ ഈ മാസം തന്നെ. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഇന്ന് CID ഓഫീസിൽ ഹാജരാകും. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റ് ഉണ്ടാകില്ല. വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി അന്വേഷണ സംഘം. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് യെദ്യൂരപ്പ. വയനാട്ടിൽ AI ഫെൻസിംഗ് ജോലികൾ പുരോഗമിക്കുന്നു. ഫലപ്രദമാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് സ്ഥലം സന്ദർശിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്ത് AI ഫെൻസിംഗ് നടപ്പിലാക്കുന്നത് ഇതാദ്യം. കേരളത്തിലെ പ്രധാന വാർത്തകൾ. 7ാം വാർഷിക നിറവിൽ കൊച്ചി മെട്രോ. ആഘോഷത്തിന് വിപുലമായ പരിപാടികൾ. ഇൻഫോ പാർക്ക് വരെയുള്ള അടുത്തഘട്ട നിർമ്മാണം ഉടൻ. 30ാം വർഷത്തിലേക്ക് കടക്കുന്ന മീനച്ചിൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അംഗത്വ വിതരണം ആരംഭിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആദ്യകാല പ്രസിഡന്റും MLAയുമായ മാണി C കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായി. ചരിത്ര ജലപാതയായ AVM കനാലിന്റെ ഭാഗമായ പൂവാർ ചകരിയാർ വിസ്മൃതിയിലേക്ക് മാലിന്യം കുന്നുകൂടിയതോടെ ചകരിയാറിലെ ഒഴുക്ക് നിലച്ചു. അടിയന്തര ഇടപെടൽ വേണമെന്ന നാട്ടുകാർ. കൊല്ലത്ത് തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചതോടെ സമീപത്തെ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. ദിവസേന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. കല്ലുപാലത്തിനോട് ചേർന്ന് 45 മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം. കൊല്ലം വിമലഹൃദയ സ്കൂളിന് സമീപം രാവിലെയും വൈകിട്ടുമുള്ള അനധികൃത പാർക്കിംഗ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ. കൃത്യമായ പോലീസ് പട്രോളിംഗും പരിശോധനയും നടത്തണമെന്ന ആവശ്യം ശക്തം. സ്കൂളിന് മുൻപിലുള്ള റോഡ് പാർക്കിംഗ് നിരോധിത മേഖലയാണെന്നും നാട്ടുകാർ. കുഴികൾ നിറഞ്ഞ് പത്തനംതിട്ട ഞാറക്കോട്ടുപടി കുത്തുകല്ലിങ്കൽപ്പടി റോഡ്. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ആരോഗ്യവകുപ്പിന്റെ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നെടുങ്കോലം രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രി വളപ്പിൽ തള്ളിയ നിലയിൽ. താലൂക്ക് ആശുപത്രിയുടെ പിൻഭാഗത്ത് തള്ളിയിരിക്കുന്നത് 100ഓളം വാഹനങ്ങൾ. ഇവ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് DMOയ്ക്ക് നഗരസഭയുടെ കത്ത്. അപകട ഭീഷണിയായി പത്തനംതിട്ട കലഞ്ഞൂർ ജംഗ്ഷനിലെ കുഴിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതായും പരാതി. കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ.
കോട്ടയം എരുമേലിയിൽ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷം. 1.5 മാസത്തിനുള്ളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 16 പേർക്ക്. ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിൽ ഈ വർഷം ഡെങ്കിപ്പനി ബാധിച്ചത് 170 പേർക്ക്. കോട്ടയം റെയിൽവേ മെയിൽ സർവീസ് ഓഫീസിന് സമീപത്തെ മൂടിയില്ലാത്ത ഓടകൾ അപകടക്കെണിയാകുന്നു. ഓടയിൽ വീണ് അപകടങ്ങൾ പതിവായി. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹരിത ചെക്ക് പോസ്റ്റ് മാസങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുന്നു. പഴയ മൂന്നാർ ഹെഡ് വർക്ക്സ് ഡാമിന് സമീപം പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റാണ് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. ജീവനക്കാരുടെ കുറവാണ് ചെക്ക് പോസ്റ്റ് അടച്ചിടാൻ കാരണമെന്ന വിശദീകരണവുമായി അധികൃതർ. പാലക്കാട് ഇരുമ്പകച്ചോല ചെള്ളിത്തോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. നാട്ടിലിറങ്ങിയ കാട്ടാന കൃഷിക്കാരുടെ കവുങ്ങും വാഴകളും നശിപ്പിച്ചു. ആനയെ തുരത്താൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ച മംഗലം ഡാം ഇടതുകര കനാലിന്റെ വടക്കഞ്ചേരിയിലുള്ള പ്രധാന കനാൽ 10 വർഷമായിട്ടും പുനർനിർമ്മിച്ചില്ലെന്ന് പരാതി. ദേശീയപാത നിർമ്മാണ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് വേ കമ്പനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കർഷകരും ജലസേചന വകുപ്പ് കനാൽ വിഭാഗവും. കോടഞ്ചേരി പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോമിംഗ് നടത്തി. ഡെങ്കിപ്പനി രൂക്ഷമായ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ നിന്നും വിദഗ്ധ സംഘം സന്ദർശനം നടത്തി. ഫോഗിംഗ് നടത്തുന്നതോടൊപ്പം ഉറവിട നശീകരണം, ലാർവ നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തണമെന്നും നിർദ്ദേശം. ആവോലിക്കുഴി കാക്കര നിവാസികൾക്ക് ഭീഷണിയായി കരിഞ്ചെള്ള്. ഓടുമേഞ്ഞ വീടുകളിൽ ശല്യമേറി. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ലൈറ്റുകൾ അണയ്ക്കേണ്ട ഗതികേടിൽ പ്രദേശവാസികൾ. കരിഞ്ചെള്ളിനെ തുരത്താൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഇല്ലെന്ന ആക്ഷേപം. ഈ വർഷം ഇതുവരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്തത് 152 കിലോ കഞ്ചാവ്. ഈ മാസം മാത്രം പിടികൂടിയത് 56 കിലോ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനുകളിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുക്കുന്നത്. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ആശുപത്രി വളപ്പിലെ തെരുവുനായ ശല്യം കാരണം രോഗികളും കൂട്ടിരിപ്പുകാരും ഭീതിയിൽ. രാത്രിയായാൽ ആശുപത്രിയുടെ വളപ്പിലൂടെ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമെന്ന് നാട്ടുകാർ. വയനാട് കൈനാട്ടി ജനറൽ ആശുപത്രി പരിസരത്തെ പൊതുശുചിമുറി കെട്ടിടം കാട് കയറി നശിക്കുന്നു. ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിലായി ബത്തേരി റോഡിന് ചേർന്നുള്ള കെട്ടിടം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ. കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. നാടിന് മാതൃകയായി ഇടുക്കി ജില്ലയിലെ മാർബേസിൽ സേനാപതി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മാർബേസിൽ സേനാപതി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ വയോജനാശ്രമം സന്ദർശിച്ച് അന്തേവാസികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്സസ് ഡെയ്സി മാത്യു, സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊല്ലം ഇടയത്ത് അമ്മാവന്റെ അടിയേറ്റ് അനന്തരവൻ മരിച്ചു. ഉമേഷ് ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ മരിച്ചത്. അമ്മാവൻ ദിനകരനായി പോലീസിന്റെ അന്വേഷണം. തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്തി. ആലുവിള കരിമ്പിലാവിള വീട്ടിൽ ബിജുവാണ് മരിച്ചത്. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. സുഹൃത്തിനായി പോലീസിന്റെ അന്വേഷണം. കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാറിന് തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. കല്ലുവാതിക്കൽ സ്വദേശിയാണ് മരിച്ചതെന്ന് സൂചന. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ജമ്മുകശ്മീരിൽ മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മലയാളി സൈനികന് ദാരുണാന്ത്യം. കുത്തന്നൂർ മാനാമ്പുഴ കോളാറ്റ് വീട്ടിൽ വിജയൻകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ഏപ്രിലാണ് വിജയൻകുട്ടി അവസാനമായി അവധിക്ക് നാട്ടിലെത്തിയത്. മാധ്യമരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള തൃശൂർ നാട്ടിക മണ്ഡലം MLAയുടെ മീഡിയ അവാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിൽ നിന്ന് 24 അന്തിക്കാട് റിപ്പോർട്ടർ മണികണ്ഠൻ കുറുപ്പത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ നാട്ടിക മണ്ഡലം MLAയുടെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ 1024 വിദ്യാർത്ഥികളെയും 100% വിജയം നേടി 20 സ്കൂളുകളെയും ആദരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷനായിരുന്നു. വയറിളക്ക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പാനീയ ചികിത്സാ വാരാചരണം. ആരോഗ്യവകുപ്പ് RCH ഓഫീസ് സച്ചിൻ ബാബു ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ ആശുപത്രി അസിസ്റ്റന്റ് റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന ബോധവൽക്കരണ ക്ലാസ് എടുത്തു.
സംസ്ഥാന സർക്കാരിന്റെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച ഇലത്താള പ്രമാണി പാഞ്ഞാൾ വേലിക്കുട്ടി ആശാന് ആദരം. പരിപാടി സുബ്രഹ്മണ്യൻ കോവിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഇനി പ്രധാന അറിയിപ്പുകൾ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിവിധ ബ്രാഞ്ചുകളിൽ അപ്രന്റീസുകളെ നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് പ്രവേശനത്തിനുള്ള അഡ്മിഷൻ ഇന്ന് ആരംഭിക്കും. www.pncmak.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 25-ന്. വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറി സയൻസ്, DCA, PGDCA ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 28-ആണ്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ എഞ്ചിനീയറിംഗ് വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപക ഒഴിവ്. ഈ മാസം 24-ന് എഴുത്തു പരീക്ഷയും അഭിമുഖവും. ഈ മാസം 22-ന് വൈകിട്ട് 4-ന് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്കോൾ കേരള ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 12. വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രാലയം 2025-ലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ പോർട്ടൽ വഴി ഓഗസ്റ്റ് 8 വരെ അപേക്ഷ സമർപ്പിക്കാം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 19-ന് നടക്കും. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഇംഗ്ലീഷ് തസ്തികയിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെയാണ്. തിരുവനന്തപുരം കാട്ടാക്കട നാളികേര വികസന പദ്ധതി പ്രകാരം കള്ളിക്കാട് കൃഷിഭവനിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ വിതരണത്തിന് എത്തിച്ചു. 50 രൂപ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ദേശീയ വാർത്ത. പശുക്കടത്തിനെ ചൊല്ലി ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായ തെലങ്കാനയിലെ മേദക്കിൽ നിരോധനാജ്ഞ. പശുക്കളെ കടത്തിയെന്നാരോപിച്ച് 6 യുവാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. സംഭവത്തിൽ ഘോഷാമഗൽ MLA രാജാ സിംഗ് അടക്കം 13 BJP യുവമോർച്ച നേതാക്കൾ അറസ്റ്റിൽ. മുംബൈയിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഐസ്ക്രീമിൽ നിന്ന് മനുഷ്യവിരൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. ഐസ്ക്രീം കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി FSSAI. കൈവിരൽ കണ്ടെത്തിയ ഐസ്ക്രീമിന്റെ ബാച്ചിൽ നിന്നുള്ള മറ്റ് സാമ്പിളുകൾ ശേഖരിച്ച് സംഘം പരിശോധനയ്ക്ക് അയച്ചു. പാർലമെന്റ് സമുച്ചയത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രേരണ സ്ഥലിന്റെ ഉദ്ഘാടനം നടന്നു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി കിരൺ റിജിജു, രാജ്യസഭ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, അർജുൻ റാം മേഘ്വാൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ചെനാബ് പാലം കടന്ന് സങ്കൽദാൻ റിയാസി ട്രെയിനിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം പൂർത്തിയായി. ജമ്മു കശ്മീർ മേഖലയിലെ ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വേഗത്തിലാക്കും. തീരുമാനം G7 ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ. മണിപ്പൂർ ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുതിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. കൊൽക്കത്തയിലെ BJP ഓഫീസിന് പുറത്ത് സംശയാസ്പദമായ വസ്തു കണ്ടെത്തി. പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. BJP ഓഫീസിന് സുരക്ഷ ശക്തമാക്കി. ഇന്ത്യയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി ഓഗസ്റ്റിൽ. ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, സ്പെയിൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയാണ് പങ്കെടുക്കുന്ന രാജ്യങ്ങൾ. നോയിഡയിൽ പൊതുവിടങ്ങളിലെ മദ്യപാനത്തിന് 670 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി 3 പോലീസ് സോണുകളിലായി ഓപ്പറേഷൻ സ്ട്രീറ്റ് സേഫ് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ തുടർന്ന്. പരിശോധന നടത്തിയത് പോലീസ് കമ്മീഷണർ ലക്ഷ്മി സിംഗിന്റെ നിർദ്ദേശപ്രകാരം.
ഹിമാചൽ പ്രദേശിൽ കാണാതായ അമേരിക്കൻ ബേസ് ജമ്പർ ട്രെവർ ബോക്സ്ട്രാഹറിന്റെ മൃതദേഹം കണ്ടെത്തി. കാണാതായി 3 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്പിതി താഴ്വരയിലെ മലയിടുക്കുകളിൽ ട്രെവറിന്റെ പാരച്യൂട്ട് കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ അമേരിക്കൻ എംബസിയുമായി പങ്കുവച്ചെന്ന് പോലീസ്. സിക്കിമിലെ മാംഗൻ ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ ഉടൻ രക്ഷപ്പെടുത്തുമെന്ന് അധികൃതർ. കാലാവസ്ഥ അനുകൂലമായാൽ കുടുങ്ങിക്കിടക്കുന്ന 1200-ലധികം സഞ്ചാരികൾക്കായി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. യുനെസ്കോയുടെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ബുജിലെ സ്മൃതിവൻ ഭൂകമ്പ സ്മാരകം. ആഗോളതലത്തിൽ അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയമായി സ്മൃതിവൻ. ഇനി രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,337 85,299 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ. പടിഞ്ഞാറൻ റഫയിലെ തൽ അസ് സുൽത്താനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ചൈനീസ് തൊഴിലാളികളുടെ സംരക്ഷണത്തിന് പ്രത്യേക നടപടികൾ ആരംഭിക്കുമെന്ന് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി. വിദേശ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സേന രൂപീകരിക്കുന്നതായും പാകിസ്ഥാൻ. ഗസയിലെ കുട്ടികളുടെ നില അതീവ ഗുരുതരമെന്ന് UNRWA. 50,000 കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നതായി റിപ്പോർട്ട്. വെസ്റ്റ് ബാങ്കിൽ 7 വയസ്സുകാരനെ തടവിലാക്കി ഇസ്രായേൽ. ടെക്സസിൽ വെടിവെപ്പിൽ 2 മരണം, നിരവധി പേർക്ക് പരിക്ക്. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ദക്ഷിണ കൊറിയയിൽ വീണ്ടും ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ദക്ഷിണ കൊറിയയിൽ ഈ വർഷം സ്ഥിരീകരിച്ച 4ാമത്തെ ആഫ്രിക്കൻ പന്നിപ്പനിയാണ് ഇത്. ഇസ്രയേലിന്റെ നാവികസേനയ്ക്ക് US നിന്ന് പുതിയ ലാൻഡിംഗ് ക്രാഫ്റ്റ്. കഴിഞ്ഞ 8 മാസത്തിനിടെ US നിന്ന് ഇസ്രയേൽ നാവികസേന ഏറ്റെടുക്കുന്ന 2ാമത്തെ നാവിക ലാൻഡിംഗ് ക്രാഫ്റ്റാണ് ഇത്. കനത്ത മഴയിൽ ചൈനയിലെ 22 നദികളിൽ വെള്ളപ്പൊക്ക ഭീഷണി. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത്. കിഴക്കൻ കോങ്കോയിൽ വിമത ഗ്രൂപ്പായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ ആക്രമണം. 7 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. പാകിസ്ഥാനിലെ ഖൈർപൂരിൽ വാഹനാപകടം, 4 പേർക്ക് ദാരുണാന്ത്യം. അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പാകിസ്ഥാനിൽ ഈദ് ആഘോഷങ്ങൾക്കിടെ തക്കാളിക്ക് വൻ വിലക്കയറ്റം. കിലോയ്ക്ക് 200 രൂപ. ഒരു ദിവസം കൊണ്ട് 100 രൂപയുടെ വർധന. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം മാത്രം 10,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ. 6 മാസത്തിനുള്ള ചെലവ് ചുരുക്കൽ നടപടി ഘടിപ്പിച്ചത് സ്വിഗ്ഗി, ഒല, കൾഫിറ്റ്, ലിസിയസ്, ബൈജൂസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. ഉപയോക്താക്കൾക്ക് ശബ്ദ സന്ദേശം പകർത്താൻ കഴിയുന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സാപ്പ്. ഫീച്ചർ ആദ്യമെത്തുക ഐഫോണിൽ. റിസ്ക് മാനേജർ ഓഫ് ദ ഇയർ അവാർഡ് RBIക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോരഞ്ജൻ മിശ്ര അവാർഡ് ഏറ്റുവാങ്ങി. 2 വീലർ വിപണിയിൽ അടിതെറ്റി ഹീറോ മോട്ടോഴ്സ്. വിൽപ്പനയിൽ 1 ലക്ഷം യൂണിറ്റിന്റെ കുറവ്. കഴിഞ്ഞ മാസം വിറ്റത് 4,80,000 വാഹനങ്ങൾ. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ വിറ്റത് 5,80,000 വാഹനങ്ങൾ. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഉൽപ്പാദനം ഇരട്ടിയാക്കുമെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. രാജ്യത്തിന്റെ നിലവിലെ ഇലക്ട്രോണിക് കയറ്റുമതി $130 ബില്യൺ. കായിക വാർത്തകൾ. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. എതിരില്ലാത്തൊരു ഗോളിന് സെർബിയ തോൽപ്പിച്ചു. യുവതാരം ജൂഡ് ബെല്ലിഹാം ഇംഗ്ലണ്ടിനായി വിജയ ഗോൾ നേടി. യൂറോ കപ്പിൽ ഫ്രാൻസിന് ഇന്ന് ആദ്യ മത്സരം. രാത്രി 12:30 ഓസ്ട്രിയയെ നേരിടും. റൊമാനിയ വൈകിട്ട് 6 യുക്രൈനെയും, ബെൽജിയം രാത്രി 9:30 സ്ലോവാക്കിയയും നേരിടും. 2020 ലോകകപ്പിൽ പാകിസ്ഥാൻ ജയം. 3 വിക്കറ്റിന് അയർലൻഡിനെ തോൽപ്പിച്ചു. സൂപ്പർ 8 കാണാതെ നേരത്തെ തന്നെ പാകിസ്ഥാൻ പുറത്തായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് നമീബിയൻ താരം ഡേവിഡ് വിസെ. 39-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപനം. ദക്ഷിണാഫ്രിക്കയ്ക്കായി കളി തുടങ്ങിയ വിസെ പിന്നീട് നമീബിയയിലേക്ക് ചേക്കേറുകയായിരുന്നു.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് തകർപ്പൻ ജയം. ഇന്ത്യയുടെ 265 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 122 റൺസിന് ഓൾ ഔട്ടായി. സെഞ്ചുറി നേടിയ സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ വിജയശില്പി. 4 വിക്കറ്റുമായി ഏകദിന അരങ്ങേറ്റം അവിസ്മരണീയമാക്കി മലയാളി താരം ആശാ ശോഭന. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. അനീഷ് ജെ കരിനാട് നായകനാക്കുന്ന ചുരുളുകൾ എന്ന ചിത്രത്തിന്റെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. ശിവപ്രസാദ് ഹരി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാധ്യമപ്രവർത്തകൻ അമരവിള സതീഷ് നിർവഹിച്ചു. സംവിധായകന്റെ മാതാപിതാക്കളായ ഹരിചരണും രമയും ഭദ്രദീപം തെളിയിച്ചു. മാർ ഇവാനിയോസ് കോളേജ് ഇഗ്നൌ സെൻട്രൽ ഡയറക്ടർ ഡോക്ടർ സുജു സി ജോസഫ് മുഖ്യാതിഥിയായി. ട്രാൻസ്ജെൻഡർ അമയോ പ്രസാദാണ് നായിക. ആമിർ ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സിത്താര സമീർ പർ ചിത്രീകരണം പൂർത്തിയായി. സംവിധായകൻ RS പ്രസന്നയാണ് ചിത്രീകരണം പൂർത്തിയായ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. ചിത്രത്തിൽ ആമിർ ഖാനൊപ്പം ജെനീലിയ ഡിസൂസിയാണ് നായിക. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജ് വെഞ്ഞാറമൂടിന്റെ വിലാസിനി സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ റിലീസായി. ED എക്സ്ട്രാ ഡീസന്റ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര്. പൂർണ്ണമായും നർമ്മത്തിന് പ്രാധാന്യം നൽകി ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആമിർ പള്ളിക്കല. ബോളിവുഡ് നടിയും BJP എംപിയുമായ കങ്കണ റണൌട്ടിനെ മർദ്ദിച്ച കുൽവീന്ദർ കൗർ ഗാന്ധി കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രം തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ വ്യാപകമായി പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ ചിത്രത്തിലുള്ളത് കുൽവീന്ദർ കൗർ അല്ല, രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാവായ ദിവ്യ മദേറിനെയാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ന് ഇന്ത്യയിൽ. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ സമാധാന ചർച്ചയിൽ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഇന്ത്യ. റഷ്യയ്ക്ക് കൂടി സ്വീകാര്യമായ തീരുമാനങ്ങൾക്ക് മാത്രമേ സമാധാനം ഉറപ്പാക്കാനാകൂ എന്ന നിലപാട്. സ്വിറ്റ്സർലൻഡിൽ 2 ദിവസമായി നടന്ന ഉച്ചകോടി സമാപിച്ചു. ഉത്തർപ്രദേശിലെ ബുലന്ദ്ശഹറിൽ മരുന്ന് നിർമ്മാണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. ആളപായമില്ല. സമീപവാസികളെ ഒഴിപ്പിച്ചു. തീ നിയന്ത്രണ വിധേയം. മഹാരാഷ്ട്ര നാഗ്പൂരിൽ സ്വകാര്യ ബസ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 ജവാന്മാർ മരിച്ചു. അപകടത്തിൽ 7 പേർക്ക് പരുക്ക്. ഇക്കഡോറിൽ മണ്ണിടിച്ചിലിൽ 6 മരണം, 30 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പാലക്കാട് തൃത്താലയിൽ SI വാഹനം ഇടിച്ചിട്ട കേസിൽ 2ാം പ്രതി പിടിയിൽ. ഒറ്റപ്പാലം സ്വദേശി അജീഷാണ് തൃശൂരിൽ പിടിയിലായത്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കേന്ദ്ര ബജറ്റ് ജൂലൈ അവസാന വാരം. ബജറ്റിന് മുന്നോടിയായി വിവിധ മേഖലകളിലെ പ്രതിനിധികളുമായുള്ള ചർച്ച ഈ മാസം 20 മുതൽ. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച വോട്ട് ഓൺ അക്കൗണ്ടിന് തുടർച്ചയായിട്ടായിരിക്കും പൊതുബജറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്വന്തം മണ്ഡലത്തിലേക്ക് ആദ്യം PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്തേക്കും. ഇതോടെ ഹഡ ന്യൂസ് പൂർത്തിയാകുന്നു.